ഞാൻ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു റീല് കാണിക്കാം. I might get hate for saying this, but men, the only reason your parents and your grandparents stayed married for so long was because women in that generation were financially trapped. In this generation, where women are making their own money, the only thing that can impress them is how the man is treating her. Like, literally, that's the only thing that can impress us. And you guys are failing in that too. അതായത് ഇവർ പറയുന്നത് നമ്മുടെ അച്ഛനും നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ വിവാഹബന്ധത്തിൽ തുടർന്നത്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുടർന്നത്, അതായത് അവർക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ഇല്ലായിരുന്നു, അവർക്ക് സ്വന്തമായിട്ട് പൈസ ഇല്ലായിരുന്നുകൊണ്ടാണ് അവർ വിവാഹബന്ധത്തിൽ തുടർന്നതെന്നാണ്. അപ്പോൾ പല സ്ഥലത്ത് ചിലപ്പോൾ ശരിയായിരിക്കും, പൈസയ്ക്ക് വേണ്ടി മാത്രം വേറെ വഴിയില്ലാത്തതുകൊണ്ട് വിവാഹബന്ധത്തിൽ തുടർന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിലൊക്കെ അങ്ങനെ ഉള്ള ആളുകളുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. അങ്ങനെ കാണുമായിരിക്കും, നമുക്കത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, അത് മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മ്യൂച്വൽ ലവ്, റെസ്പെക്റ്റ്, അങ്ങനെ ഇഷ്ടം, പ്രണയം, പരസ്പരമുള്ള സ്നേഹം, ഇതൊക്കെ കൊണ്ട് വളരെ നീണ്ട കാലം വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അപ്പം ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവർ ഒള്ളി റീസൺ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് വലിയൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ മാൻ ആ പെൺകുട്ടിയോട് പെരുമാറുന്നത് എന്നുള്ളതനുസരിച്ചാണ്. അതൊരു പെൺകുട്ടിയെ മാത്രമല്ല, പെണ്ണായാലും ആണായാലും നമ്മളോട് ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് അവരോട് ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാകും. പിന്നെ പറയുന്നത് ദ ഓൺലി തിങ് ദാറ്റ് ക്യാൻ ഇംപ്രസ് അസ്, അങ്ങനെ ഇംപ്രസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പെണ്ണായാലും ആണായാലും നമ്മൾ ഒരാളെ അങ്ങനെ ഇംപ്രസ് ചെയ്ത് ഇഷ്ടം പിടിച്ചു പറ്റേണ്ട കാര്യമുണ്ടോ? മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ലവ് ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ ചെന്ന് ഇംപ്രസ് ചെയ്ത്, കഷ്ടപ്പെട്ട് ഇംപ്രസ് ചെയ്ത് സ്നേഹം പിടിച്ചു പറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. എത്ര കാലം നമുക്ക് ഒരാളെ ഇംപ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അപ്പം ഈ ഒരു റീല് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഫെമിനിസം ആയില്ല. കാരണം ഈ പെൺകുട്ടിയുടെ തന്നെ അടുത്തൊരു റീല് ഞാൻ നിങ്ങളെ കാണിച്ചു. My toxic trait is I'm obsessing over him, not because I actually want him. No. I just want him to want me. അതായത് എൻ്റെ ടോക്സിക് ട്രേറ്റ് അവനോട് കുറച്ച് ഒബ്സഷൻ കാണിക്കും. അത് എനിക്ക് അവനെ വേണമെന്നുള്ളതുകൊണ്ടൊന്നുമില്ല, എനിക്ക് അവനെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അവന് എന്നെ വേണമെന്ന് അവൻ ഒബ്സസ് ആകണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒബ്സഷൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇവരുടെ ശരിക്കുള്ള ഉദ്ദേശം. ശരിക്കും ഇവർക്ക് വേണ്ടത് ഫെമിനിസോ അല്ലെങ്കിൽ ഈക്വാലിറ്റിയോ കാര്യങ്ങളൊന്നുമല്ല. ഇവരെയൊക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വേണം പറയാൻ. അതായത് ഒരാളോട് പ്രത്യേകിച്ച് സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ ഉള്ള ആ പറഞ്ഞ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹൗ എ മാൻ ട്രീറ്റ് മീ എന്നാണ് ഇവർ പറയുന്നത്. അതായത് എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, എനിക്ക് പ്രിൻസസ് ട്രീറ്റ്മെന്റ് തരണം, എന്നെ തലയിൽ എടുത്തു വെച്ച് നടക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ എനിക്ക് അവനെ വേണ്ട, ഞാൻ അവനോട് ഒബ്സഷൻ കാണിക്കുന്നത് എനിക്ക് അവനെ വേണമെന്നുള്ളതുകൊണ്ടല്ല. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഈ മ്യൂച്വൽ ലവും മ്യൂച്വൽ റെസ്പെക്റ്റും സ്നേഹമൊക്കെ എത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള ഈ തരത്തിൽ സ്വഭാവമുള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയൊരു നരകമായിരിക്കും.